ഇന്ന് ചണ്ടാല ഭിക്ഷുകിയിലെ ജാതിയില്ല ജലത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാനൊരു ലഘു പ്രഭാഷണം നടത്തുന്നത്. മലയാള കാവ്യങ്ങളിൽ ഏറ്റവും അധികം പഠനത്തിനും വിമർശനത്തിനും വിലയിരുത്തലിനും വിധേയമായിട്ടുള്ളത് ഇന്നും മഹാകവി കുമാരനാശാന്റെ കവിതകളാണെന്നുള്ളതിൽ തർക്കമില്ല. അവ കാലത്തിന്റെ ചാണക്കല്ലിൽ ഉരയും തോറും ആ കാവ്യങ്ങളുടെ കാന്തിയും മൂല്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിനടിസ്ഥാനം. മലയാളത്തിലെ നവോത്ഥാന കവിതകളുടെ കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ അനുരണനങ്ങൾ അതിൻ്റെ എല്ലാ ഭാവത്തോടെയും നമുക്ക് കുമാരനാശാന്റെ കവിതകളിൽ കാണാൻ കഴിയും. മാംസനിബദ്ധമിയലാത്ത അതിൻ്റെ വിശുദ്ധവും അഭൗമവുമായ അനുരാഗത്തിൻ്റെ, പ്രത്യേകിച്ചും ലോകാനുരാഗത്തിൻ്റെ തലത്തിലെത്തി നിൽക്കുന്ന കവിതകളാണവ. അനന്തവൈചിത്ര്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഗതിവിഗതികളും അവസ്ഥാഭേദങ്ങളും ആധ്യാത്മികതയുടെ ആനന്ദാനുഭൂതികളും ഒരുമിച്ച് സംഗമിക്കുന്ന ആശാൻ കവിതകൾ എക്കാലത്തും പഠനവിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ആശാൻ കവിതകളിൽ വേറിട്ട കാഴ്ചപ്പാടും സാമൂഹ്യബോധവും വെച്ചു പുലർത്തുന്ന രണ്ട് കവിതകളാണ് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും. ഇവ രണ്ടും അടുത്തടുത്ത കാലഘട്ടങ്ങളിലാണ്. 1922 ഏതാണ്ട് 3-4 മാസങ്ങൾക്ക് ഇടയിലാണ് ഇവ രണ്ടും വിരചിതമായിരിക്കുന്നത്. ഇന്നിവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ചണ്ടാല ഭിക്ഷുകിയാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെയും ജാതീയമായ ദുരവസ്ഥയ്ക്കെതിരെ ആശാൻ ആഞ്ഞടിക്കുന്നതും സ്നേഹാധിഷ്ഠിതമായ ലോകസങ്കല്പത്തെക്കുറിച്ച്, ബുദ്ധദർശനങ്ങളെക്കുറിച്ച് ഒക്കെ പ്രകീർത്തിക്കുന്ന ഒരു കാവ്യമാണ് ഇത്. ചണ്ടാല ഭിക്ഷുകിയിലെ ജാതിയില്ല ജലത്തിന്റെ രാഷ്ട്രീയം എന്നതാണ് വിഷയം. ബുദ്ധദർശനം വിഭാവന ചെയ്യുന്ന സാൻമാർഗിക തത്വങ്ങളാണ് മുഖ്യമായും ചണ്ടാല ഭിക്ഷുകിയിൽ വിശദീകരിക്കപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തെ ഭ്രാന്താലയമാക്കി മാറ്റിയ ജാതി ചിന്തയെ താത്വികമായി നിഷേധിക്കുക എന്നൊരു ലക്ഷ്യം കൂടി കുമാരനാശാൻ ഈ കൃതിയിൽ നടത്തുന്നുണ്ട്. ജാതിഭേദത്തെ നിഷേധിക്കുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന്റെ കാര്യദർശിയായിരുന്ന കുമാരനാശാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം പ്രബന്ധങ്ങളിലൂടെയും മറ്റും ജാതീയതയ്ക്കെതിരെ എഴുതിയിരുന്നുവെങ്കിലും ആ ഒരു ധർമ്മപരിപാലന സംഘത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ചുമതലയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും രചിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ചണ്ടാല ഭിക്ഷുകിയിൽ ജാതിയുടെ നിരർത്ഥകത വെളിപ്പെടുത്തുന്നതോടൊപ്പം ബുദ്ധദർശനത്തിലെ പല ആശയങ്ങളും ധർമ്മോപദേശങ്ങളും സ്നേഹസങ്കീർത്തനങ്ങളും ആനുഷംഗികമായി പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ മൂലകഥയും അതിൻ്റെ ഇതിവൃത്തവും എല്ലാവർക്കും പരിചിതമാണെങ്കിലും ഞാനൊന്ന് ഇതൊരു പ്രഭാഷണം ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ അംശങ്ങളും ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് അതൊന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ലക്ഷ്മി നരസുവിൻ്റെ ദ എസൻസ് ഓഫ് ബുദ്ധിസം എന്ന പുസ്തകത്തിലെ കഥയെ ആസ്പദമാക്കിയാണ് കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യം വിരചിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിലോ കഥാഗതിയിലോ കാര്യമായ മാറ്റമൊന്നും ആശാൻ വരുത്തിയിട്ടില്ല. കാവ്യാവസാനത്തിൽ ശ്രീബുദ്ധൻ നൽകുന്ന വിശദമായ പ്രഭാഷണത്തിൽ ബുദ്ധദർശനത്തിന്റെ ഗാംഭീര്യത്തിന് വൈരുദ്ധ്യമുണ്ടാകാത്ത രീതിയിൽ അതിനെ ഒട്ടൊന്ന് വികസിപ്പിച്ചു എന്നത് മാത്രമാണ് കുമാരനാശാൻ ചെയ്യുന്നത്.
ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവം എന്ന നിലയ്ക്കാണ് ആശാൻ ഈ കഥ അവതരിപ്പിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന ഒരു വേനൽക്കാലത്ത് മധ്യാഹ്നത്തിൽ കാനൽ ജലം പോലെ മിന്നുന്ന ഒരു നടപ്പാതയിലൂടെ ഒരു കൂറ്റൻ മരത്തിന്റെ ചുവട്ടിൽ പരിശ്രാന്തനായി ഒരു ബുദ്ധഭിക്ഷു എത്തിച്ചേരുന്നു. ദാഹാർത്ഥനായ അദ്ദേഹം അവിടെ അടുത്തുള്ള വക്കുപൊട്ടിയ കിണറിനടുത്തേക്ക് നടക്കുന്നു. അപ്പോഴാണ് ഒരു ചണ്ടാല കന്യക വെള്ളം കോരാനായി അവിടെ എത്തുന്നത്. ഭിക്ഷു അവളോട് അല്പം ദാഹജലം ആവശ്യപ്പെടുന്നു. ഗ്രാമത്തിന്റെ പുറത്ത് വസിക്കുന്ന അധകൃതയായ താൻ എങ്ങനെയാണ് ആര്യനായ ഭിക്ഷുവിന് വെള്ളം നൽകുക എന്നത് അവൾ അമ്പരപ്പോടുകൂടി ഭിക്ഷുവിനെ അറിയിക്കുന്നു. ഞാൻ ജാതി ചോദിക്കുന്നില്ല സോദരി, അല്പം ദാഹജലമാണ് ചോദിക്കുന്നതെന്ന് പറയുന്ന ഭിക്ഷുവിന്റെ മനോഹരമായ കരപുടത്തിലേക്ക് വിസ്മയം വിടർന്ന കണ്ണുകളോടെ അവൾ തെളിഞ്ഞ ജലം ഒഴിച്ചു കൊടുക്കുന്നു. ഭിക്ഷുവാകട്ടെ ജലം കുടിച്ച് സംതൃപ്തനായി വൃക്ഷഛായയിലേക്ക് മടങ്ങിപ്പോയിരുന്ന് ധ്യാനനിരതനാവുകയും ചെയ്യുന്നു. എന്നാൽ ആ കന്യകയാകട്ടെ അവിടെ അടുത്തുള്ള പൂത്തുലഞ്ഞ ചെറുവാകയിൽ ചാരി നിന്ന് ഭിക്ഷുവിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും അനിർവചനീയമായ ഒരു മാനസിക അവസ്ഥയോടെ നിൽക്കുകയും ചെയ്യുന്നു. ഇതിന് പ്രധാനമായി 4 ഖണ്ഡങ്ങളായിട്ടാണ് കുമാരനാശാൻ ഈ കാവ്യത്തെ നിബന്ധിച്ചിരിക്കുന്നത്. അതിലെ 1-ാം ഭാഗമാണിത്. അടുത്തത് അവളുടെ ജീവിതത്തിലെ അപൂർവമായ ഒരു അനുഭൂതി വിശേഷമായിരുന്നു. അതിൻ്റെ സംഗതികളെയൊക്കെയാണ് ആശാൻ വിവരിക്കുന്നത്. തൻ്റെ ജാതീയമായ നീചാവസ്ഥ പരിഗണിക്കാതെ സഹോദരി എന്ന് സംബോധന ചെയ്യുകയും തന്നോട് ജലം ആവശ്യപ്പെടുകയും ആ ജലം അമൃതുപോലെ കുടിക്കുകയും ചെയ്ത ആ മനുഷ്യൻ ആരാണെന്ന് അവൾക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും സുന്ദരനായ ആ ഭിക്ഷുവിനോട് അവൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അഭിനിവേശം തോന്നി. മൂലകഥയിൽ വളരെ നാമമാത്രമായി പരാമർശിച്ചു പോകുന്ന ഈ ഭാഗം അസാധാരണമായ കാൽപ്പനിക ചാരുതയോടുകൂടിയാണ് ആശാൻ വർണ്ണിക്കുന്നത്. ആ ഭാഗമൊക്കെ പിന്നീട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദ ഭിക്ഷുവിനോട് അവൾക്ക് തോന്നുന്ന പറഞ്ഞറിയിക്കാനാവാത്ത ആ അനുഭൂതി അവളുടെ ഹൃദയത്തെ ആകെ ഇളക്കി മറിക്കുകയും ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ആ രാത്രിയിൽ അവൾക്ക് ഉറങ്ങാനായിട്ടില്ല. പുലർച്ചയിൽ ഭിക്ഷുവിന്റെ കാലടിപ്പാടുകൾ നോക്കി പെരുവഴിയിലൂടെ നടന്ന് ഇടയ്ക്കെപ്പോഴോ ആ കാൽപ്പാടുകൾ അവൾക്ക് തിരിച്ചറിയാനാവാത്തതുമായി അവൾ ബുദ്ധന്റെ ജേതൃവന വിഹാരത്തിൽ എത്തിച്ചേരുകയാണ്. സാക്ഷാൽ ശ്രീബുദ്ധന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ വിഹാരം. ജാതിയിൽ താണ ആ പെൺകുട്ടിക്ക് ദയാമസൃണമായ ഒരു സ്വീകരണമാണ് ആ വിഹാരത്തിൽ നിന്നും ലഭിച്ചത്. ശ്രീബുദ്ധ ഭഗവാന്റെ ദർശനവും സാന്നിധ്യവും അവളെ വിസ്മയിപ്പിച്ചു. ബുദ്ധ ഭഗവാൻ അവളെ മകളെ എന്ന് വിളിച്ച് സംബോധന ചെയ്യുകയും ജനനാർത്തിതമാകുന്ന തൃഷ്ണ അവൾക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ബുദ്ധഭഗവാന്റെ ഈ അനുഗ്രഹവും സ്നേഹമസൃണമായ വാക്കുകളും അവളെ ആകമാനം മാറ്റിമറിച്ചു. ആനന്ദ ഭിക്ഷുവിനോട് അവൾക്ക് തോന്നിയ അനുരാഗത്തിന്റെ മഞ്ഞുനീർക്കണം ശ്രീബുദ്ധ ഭഗവാന്റെ സൂര്യ തേജസാൽ അലിഞ്ഞ് ഇല്ലാതായി. അവളുടെ ഹൃദയത്തിൽ സമസ്ത ചരാചരങ്ങളോടുമുള്ള സ്നേഹത്തിന്റെ മധു നിറയുകയും വൈയക്തിക പ്രണയം എന്നത് ലോകമൈത്രിയായി പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവളുടെ അന്തരംഗം മനസ്സിലാക്കിയ ബുദ്ധൻ അവളെ ഭിക്ഷുണി മന്ദിരത്തിലെ ഒരു അന്തേവാസിയായി സ്വീകരിക്കുന്നു. അങ്ങനെ ഭിക്ഷുണിയായി തീർന്ന അവൾ മറ്റ് കുലീനകളായ ഭിക്ഷുണിമാരുടെ സ്നേഹവും ആദരവും സമ്പാദിച്ചു. ആ ജീവിതചര്യയിൽ അവൾ സന്തുഷ്ടയായി തീർന്നു. ഒരു ചണ്ടാലിക്ക് ശ്രീബുദ്ധൻ ദീക്ഷ നൽകുകയും അവളെ ഭിക്ഷുണിയായി അംഗീകരിക്കുകയും ചെയ്ത വാർത്ത ചാതുർവർണ്ണ്യത്തിൽ വിശ്വസിച്ചിരുന്ന അവിടെയുള്ള വരേണ്യ വിഭാഗത്തെ മുഴുവൻ അസ്വസ്ഥപ്പെടുത്തി. അവർ രാജസന്നിധിയിലെത്തി പ്രശ്നം അവതരിപ്പിച്ചു. രാജാവ് സംശയ നിവാരണത്തിന് ശ്രീബുദ്ധ വിഹാരത്തിലെത്തി. അവിടെ ജാതി ചിന്തയുടെ അർത്ഥശൂന്യതയും സമഭാവനയുടെ ആവശ്യകതയും സാർവമാനവികമായ സ്നേഹത്തിന്റെ മഹത്വവും വിശദീകരിച്ചുകൊണ്ട് ബുദ്ധൻ ഒരു ദീർഘ പ്രഭാഷണം തന്നെ നടത്തുന്നു. അജ്ഞത നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പൊങ്ങുന്ന ഈർഷ്യയാണ് ജാതിയെന്നും അത് മനുഷ്യന്റെ ശത്രുവാണെന്നും
രാജാവിനെയും പരിവാരത്തെയും ബുദ്ധൻ ബോധ്യപ്പെടുത്തുന്നു. ഒടുവിൽ തിരിച്ചറിവുണ്ടായ രാജാവ് ഹർഷാശ്രുക്കളോടെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതോടെ കാവ്യം അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചണ്ഡാലകന്യകയ്ക്കും അവളുടെ പ്രണയത്തിനും വളരെ നാമമാത്രമായ അല്ലെങ്കിൽ ഗൗണമായ ഒരു സ്ഥാനമേ ഈ കാവ്യത്തിൽ ആശാൻ കൽപ്പിക്കുന്നുള്ളൂ. ശ്രീബുദ്ധനെ കൊണ്ട് ജാതീയതയ്ക്കെതിരെയും ലോകമൈത്രിക്ക് വേണ്ടിയുമുള്ള ഒരു പ്രഭാഷണം നടത്തുന്നതിനുള്ള നാടകീയമായ സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി നമുക്ക് അതിന്റെ ശരിക്കും പറഞ്ഞാൽ ആശാന്റെ ആ കാവ്യഭാഗത്തുള്ള ഓരോ കൽപ്പനകളും ഓരോ പദപ്രയോഗങ്ങളും വളരെ ആ പ്രമേയവുമായിട്ട് ഏറെ ഇഴുകിച്ചേരുന്ന തരത്തിലാണ് ആശാൻ ചെയ്തിരിക്കുന്നത്. ആശാന്റെ പല കവിതകളും നാടകീയമായ ഒരു തുടക്കമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പണ്ടുസ്തര ഹിന്ദുസ്ഥാനത്തിൽ എന്നിങ്ങനെ കാലവും ദേശവും സൂചിപ്പിച്ചുകൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത്. ഏതാണ്ട് 2500 വർഷം മുമ്പുള്ള ശ്രാവസ്തിയുടെ പ്രാന്തദേശത്തേക്കാണ് കവി നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വേനൽക്കാലമാണ്. മരുഭൂവിന് തുല്യമായ ആ വെളിസ്ഥലം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാനൽ പ്രവാഹത്തിന്റെ നീർച്ചാലുപോലെ ഒരു പെരുവഴി വിട്ടൊരു ഊരുപാത കാണുന്നു എന്നാണ് കവി പറയുന്നത്. പെരുവഴി വിട്ട ഒരു ഊരുപാത. ആ വഴി വന്ന് മുട്ടുന്ന ദിക്കിൽ ഒരു ആൽമരവും കാണാം. ഇവിടെ പെരുവഴി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെന്നിരിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഒരിടവും, അത് വിട്ട ഊരുപാത എന്ന് പറയുന്നത് ജാതീയമായി വേർതിരിഞ്ഞ ഒരു പ്രത്യേക ഇടവും എന്ന സൂചനയാണ് കാണുന്നത്. അവിടെ അരികിലായിട്ട് ഒരു ആൽമരം കാണാം. നിശ്ചലമായ കാർകൊണ്ടൽ പോലെ സൂര്യന്റെ ചണ്ഡകിരണങ്ങൾ ഏൽക്കുന്നത് മൂലം ആ വൃക്ഷം ഒരു വാർവള്ളി മണ്ഡലം ചൂഴ്ന്നിരിക്കുന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാലും അതിന്റെ ശാഖകൾ അസംഖ്യം പക്ഷികൾക്ക് അഭയം. അവിടെ ശരണം എന്ന വാക്ക് തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ആദ്യ ഭാഗത്ത് തന്നെ കവി എന്താണോ കാവ്യാന്ത്യത്തിൽ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ചില സൂചനകൾ നൽകിയാണ് കടന്നു പോകുന്നത്. അസംഖ്യം പക്ഷികൾക്ക് ശരണമരുളുന്നുണ്ട്. ശാഖോപശാഖകൾ ആകാശവും വേരിൻ പടർപ്പുകൾ ഭൂമിയും ഒരുപോലെ വ്യാപിച്ച് പടർന്നു നിൽക്കുന്ന ഈ പേരാൽ കാവ്യാന്ത്യം വരെയുള്ള പ്രമേയത്തിന് ശോഭ പകരുന്ന ഒരു പ്രതീകമായിട്ട് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ജാതി വ്യവസ്ഥയും അതിനോട് ബന്ധപ്പെട്ട അനാചാരങ്ങളും മൂലം അസഹ്യമായി തീർന്ന ഒരു നീചമായ അന്തരീക്ഷമാണ് ഈ ചുട്ടുപൊള്ളുന്ന ആ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അവിടെ സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രസരിപ്പിച്ചുകൊണ്ട് ദൈവദൂതനായി എത്തുന്ന ബുദ്ധ ഭഗവാനെ അനുസ്മരിപ്പിക്കുന്നു. ദിവ്യപരിവേഷമാർന്ന ശിരസ് വിണ്ണിലും പാദങ്ങൾ മണ്ണിലും ഉറപ്പിച്ച് ലോകത്തിന് സാന്ത്വനമരുളുന്ന പുണ്യജീവിതമാണ് ശ്രീബുദ്ധൻ്റെന്ന്. ആ ബുദ്ധന്റെ പ്രതീകാത്മകമായിട്ടാണ് ആദ്യമേ തന്നെ ഈ ആൽമരത്തെ പ്രതീകവൽക്കരിച്ച് അവതരിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മറ്റ് 2 ബിംബങ്ങൾ കൂടി അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഒന്ന് ഒരു ചുമട് താങ്ങിയും മറ്റൊന്ന് കിണറും. മറ്റുള്ളവരുടെ ഭാരം താങ്ങിയും ദാഹം ശമിപ്പിച്ചും ലോകത്തിന് ആശ്വാസമേകുന്നവയാണ് ചുമട് താങ്ങിയും കിണറും. ഇതും ബുദ്ധ ധർമ്മ തത്വങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏവർക്കും ആശ്രയമരുളുകയും അവരുടെ അന്തമറ്റ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസമേകുകയും ചെയ്യുന്നതാണ് ബുദ്ധനും ബുദ്ധന്റെ ധർമ്മസംഹിതകളും എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി അവിടേക്ക് കടന്നു വരുന്ന ബുദ്ധ ഭിക്ഷുവിന്റെ ചിത്രം കവി അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു പെരുവഴി വിട്ട് ജാതിയുടെ ഇടമായ ചണ്ഡാലവർഗമാണ്. ചണ്ഡാലവർഗത്തിൽ
മതംഗ ജാതിയാണ്. ഇവിടെ നായികയ്ക്ക് പേര് പോലും ആശാൻ കൽപ്പിക്കുന്നില്ല. മാതങ്കി എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അത് ചണ്ടാല വർഗത്തിലെ മതംഗ കന്യകയെയാണ് മാതങ്കി എന്ന പേരിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പെരുവഴി വിട്ട് ജാതീയമായ ഇടത്തിലേക്ക്, അധകൃതരുടെ ഊരിലേക്ക് ഒറ്റച്ചിറകേലും ദേവത പോലെയാണ് ഒരു ഭിക്ഷു കടന്നു വരുന്നത്. മഞ്ഞ പിഴിഞ്ഞു ഞൊറിഞ്ഞുടുത്തുള്ളോരു മഞ്ജുപൂവാടയാൽ മേനി മൂടി മുണ്ഡനം ചെയ്ത ശിരസ്സും മുഖചന്ദ്രമണ്ഡലം താനും മസൃണമാക്കി ദീർഘവൃത്താകൃതിയാം മരയോടൊന്നു ദീർഘമാം വാമഹസ്തത്തിലേന്തി ദക്ഷിണഹസ്തത്തിലേലും വിശറിപ്പൊൻ പക്ഷമിളക്കി ഒട്ടൊട്ടു വീശി ഒറ്റമരത്തണലിലെത്തുന്നു ഭിക്ഷു ഒരൊറ്റ ചിറകേലും ദേവത പോൽ. ഒറ്റമരത്തണലിലെത്തുന്നു, ഒറ്റ ചിറകേലുന്ന ദേവത പോലെ. ഇവിടെ ഒറ്റമരത്തണൽ എന്നുള്ള പ്രയോഗം വേനൽ ചൂടിൽ ഒരൊറ്റ മരത്തണൽ എത്രമാത്രം അഭികാമ്യമാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അത് ശ്രീബുദ്ധനാകുന്ന ഒറ്റ മരത്തണൽ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ദക്ഷിണഹസ്തത്തിലേന്തുന്ന വിശറിയുടെ പൊൻപക്ഷമുളക്കിയുള്ള വീശലിനെയാണ് ഒറ്റച്ചിറകേലുന്ന ദേവത എന്നുള്ള കൽപ്പന കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓരോ കൽപ്പനകളും അല്ലെ, മഞ്ഞ നിറം, മുണ്ഡനം ചെയ്ത ശിരസ്, മരയോട്, ദേവത, ഈ പദങ്ങളിലൊക്കെ തന്നെ ഒരു ബുദ്ധ ഭിക്ഷുവിന്റെ രൂപം കവി വെളിവാക്കുന്നുണ്ട്. ആ രൂപത്തിലൂടെയാണ് ഭിക്ഷുവാണെന്ന് വായനക്കാരന് ബോധ്യപ്പെടുന്നത്. അല്ലാതെ അവിടെ ഭിക്ഷു എന്നുള്ള വാക്ക് അവിടെ ഉച്ചരിക്കുന്നില്ല. അതിന് തൊട്ടു മുമ്പ് തന്നെ ശരണം എന്നുള്ള പദവും അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർക്കുക. ഇങ്ങനെ ആ മഹാവൃക്ഷത്തണലിൽ ദാഹാർത്ഥനായി എത്തുന്ന ഭിക്ഷുവിന്റെ ദൃഷ്ടിയിൽ പെടുന്ന രീതിയിലാണ് നായികയായ മാതങ്കിയുടെ അവതരണം. അവളുടെ ചിത്രവും ഏതാണ്ട് 14ഓളം വരികളിൽ കവി അവതരിപ്പിക്കുന്നുണ്ട്. ദാഹാർത്ഥനായ ഭിക്ഷുവിന് അരികിലായി, കിണറിനരികിൽ യുവതിയെ കണ്ടപ്പോൾ, ദാഹാർത്ഥനായ ഭിക്ഷുവ് കിണറിനരികിലായി യുവതിയെ കണ്ടപ്പോൾ ഉണ്ടായ ആശ്വാസം സത്തർക്ക് അഴലിൽ അഥവാ തുണയ്ക്കുവാനെത്തും നിയതി ഓരോ വടിവിൽ എന്ന ലോകോക്തിയിലൂടെയാണ് കവി സമർത്ഥിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നായികാനായകന്മാരുടെ ചിത്രം ഏതാണ്ടൊരു പെയിന്റിങ്ങിനോട് സാദൃശ്യം വഹിക്കുന്ന തരത്തിലാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചണ്ടാല ഭിക്ഷുകിയുടെ കവർ പേജ് തന്നെ ചണ്ടാല ഭിക്ഷുകി ഇങ്ങനെ ആ വാഗമരത്തണലിൽ ഒറ്റക്കാലൂന്നി നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ഈ ആശാന്റെ ഈ നായകന്മാരുടെയും അവതരണം എന്ന് പറയുന്നത് ഒരു പെയിന്റിങ്ങിനോട് സാദൃശ്യമായി. ഇതിന് ഒരു കാര്യം പറയുന്നത്, ഒരു കഥാപ്രസംഗത്തിന്റെ ഘടനയോടുകൂടിയാണ് കവി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിലൊരു ഒരു അനുഭവം പറയുന്നുണ്ട്. അതായത് സത്യദേവൻ എന്ന ഒരു ചെറുപ്പക്കാരന്, അന്ന് കഥാപ്രസംഗത്തിന് കഥാകാലക്ഷേപം എന്നാണല്ലോ പറയുക. അപ്പോൾ ഈ കഥാകാലക്ഷേപം അവതരിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ചണ്ടാല ഭിക്ഷുകി രചന നടത്തിയെന്നും അത് ഗ്രാമങ്ങൾ തോറും നീ പറഞ്ഞു നടക്കുക, ആൾക്കാരെ എല്ലാം ജാതീയതയ്ക്കെതിരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഈ അവതരണത്തിലെ ആദ്യ ഭാഗത്തെ ഈ അവതരണത്തിന്റെ ഒരു ദൃശ്യഭംഗി എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടിയ വേനലിൽ ദാഹിച്ചു വലഞ്ഞ ബുദ്ധഭിക്ഷു ചണ്ടാല കന്യകയോട് സോദരി എന്ന സംബോധനയോടെയാണ് ദാഹജലം ആവശ്യപ്പെടുന്നത്. ബുദ്ധദർശനത്തിന്റെ മൈത്രിയുടെ ആവിഷ്കാരമാണ്. യാതൊരു വിവേചനവും കൂടാതെ സർവ ജീവജാലങ്ങളിലേക്കും സ്നേഹരശ്മി വാരി വിതറുന്ന ഒരു ലോകമൈത്രിയുടെ സൂചനയും ഇവിടെ കടന്നു വരുന്നുണ്ട്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ.
എന്നാണ് ഭിക്ഷു ആ തന്വങ്കിയോട് അഭ്യർത്ഥന ചെയ്യുന്നത്. അപ്പൊ ഈ ആ ഒരു വാക്ക് തന്നെ ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശുനി. ഈ വാക്കിനെ ആശാന്റെ കയ്യെഴുത്ത് പ്രതിയിൽ ഒരുപാട് വെട്ടലും തിരുത്തലും ഒക്കെ നടത്തിയാണ് ഈ ഒരു സമസ്ത പദം ആശാൻ ചിട്ടപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. കൃപാരസമോഹനം കുളിർ തണ്ണീര്, അല്ലേ? കേവലം ഒരു കുമ്പിൾ ജലത്തിനാണ് ആശാൻ ഇത്രയും മനോഹരമായ ഒരു സമസ്തപദം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കാരുണ്യത്തിന്റെ, സമഭാവനയുടെ സമഗ്രത കൊണ്ടുവരികയാണ് ഈ ഒരു സമസ്ത പദത്തിലൂടെ ആശാൻ ഉദ്ദേശിക്കുന്നത്. ദാഹിച്ചു വലഞ്ഞു വരുന്നവന് കാരുണ്യാമൃതം പോലെയാണ് തണ്ണീര്. അതുകൊണ്ടാണത് കൃപാരസമോഹനമായത്. മലയാള കാവ്യഭാവനയുടെ ഏറ്റവും നിസ്തുലമായ ഒരു ഭാവാംശമാണ് ഈ വാക്കിൽ കുടിയിരിക്കുന്നത്. ഈ അഭ്യർത്ഥന കേട്ട് ആ കന്യക ഭ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇതെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൾ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. അവൾക്കാകെ അത്ഭുതം തോന്നി. അവൾ ആദ്യമായിട്ടാണ് തന്നെ ഒരു ആര്യനായ ഒരു വരേണ്യവർഗമെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അവൾ കാഴ്ചയിൽ അവളെ സോദരി, ഭഗിനി എന്ന് സംബോധന ചെയ്യുന്ന ആ വാക്കുകളും അയാളുടെ കാരുണ്യം തുളുമ്പുന്ന അഭ്യർത്ഥനയും ഒക്കെ കൂടി അവളെ ആകെ സംഭ്രമത്തിലാക്കുന്നു. ജാതിയല്ല, ഞാൻ അല്പം ദാഹജലമാണ് അർത്ഥിക്കുന്നത് എന്ന വാക്കുകൾ അവളെ വീണ്ടും വിസ്മയഭരിതയാക്കുന്നു. ഭിക്ഷുവിന്റെ ചെന്നളിന മനോഹരമായ കരപുടം നീട്ടി നിൽക്കുന്ന ആ കമനീയാംഗന്റെ കരങ്ങളിലേക്ക് അവൾ കുളിർ തണ്ണീർ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യമായി തൻ്റെ മനുഷ്യത്വവും സ്ത്രീത്വവും അംഗീകരിക്കപ്പെട്ടതുപോലെ ഭഗിനി എന്ന സംബോധനയും കരുണാർദ്രതയും അവളെ ആകെ മാറ്റിമറിക്കുന്നു. അവളുടെ അന്തരാത്മാവിൽ ഉണർത്തിയ ഈ ഭാവമാറ്റം കവി അവളുടെ രൂപത്തിലും അവളുടെ പ്രവൃത്തിയിലും വെളിപ്പെടുത്തുന്നുണ്ട്. ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരുന്ന ചോരിവാ തെല്ലുവിടർത്തി വിസ്ഫാരിതധാരയായി ഭിക്ഷുവിന്റെ കരതാരിൽ കണ്ണീർ പകർന്നു നിൽക്കുകയാണ്. ഇതാണ് അവളുടെ ബാഹ്യരൂപം. ഇത് കേവലം ഒരു ബാഹ്യരൂപം മാത്രമല്ല, അവളുടെ ആന്തരിക ഭാവവും അതിനകത്ത് സ്ഫുരിക്കുന്നുണ്ട്. ചോര ചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്നു ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. ഇത് അവളുടെ ആന്തരിക ഭാവത്തെ സൂചിപ്പിക്കുന്ന വരികളാണ്. അതായത് കരുണരശ്മികളാൽ മേനി മൂടി പുലർച്ചയിൽ നിൽക്കുന്ന പൂവിനെ വണ്ടിണ എങ്ങനെയാണോ ചെന്ന് മുട്ടി വിളിച്ച് സ്നേഹാർദ്രഭാവം ചൊരിയുന്നത്, അതുപോലെ അവളുടെ ആന്തരിക ഭാവം മാറുകയാണ്. അങ്ങനെ അവൾ തണ്ണീരൊഴിച്ചു കൊടുക്കുന്നു. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ദാഹാർത്ഥനു ജലം നൽകുന്നതുൾപ്പെടെ കരുണാർദ്രമായ ഏതൊരു പ്രവൃത്തിയും അത് ചെയ്യുന്ന വ്യക്തിയുടെ സുകൃതം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തൻ്റെ കൈക്കുമ്പിളിലേക്ക് വീഴുന്ന ജലധാരയെ ആനന്ദഭിക്ഷു നുകരുന്നത് ഒരു വിജ്ഞാനധാര എന്ന പോലെയാണ്.
എന്നിട്ട് അവളെ അനുഗ്രഹിക്കുന്നതാകട്ടെ അവളുടെ ഈ പ്രവൃത്തിയിൽ അന്തമറ്റ സുഹൃതഹാരങ്ങൾ അർപ്പിക്കുന്നത് പോലെയാണ്. അതായത് ശ്രീനാരായണ ഗുരു പറയുന്ന പോലെ അപരപ്രിയത്തിനായി നാം ചെയ്യുന്ന ഓരോന്നും കൃപയായി നമ്മുടെ ഉള്ളിൽ തന്നെ വന്നു ഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ ഭിക്ഷുവിന്റെ ദാഹം ശമിക്കുകയും ദാഹം ശമിച്ച ഭിക്ഷു അവളോട് യാതൊരു മറ്റ് താല്പര്യങ്ങളൊന്നും കാണിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അവളെ അനുഗ്രഹിക്കുകയും തിരികെ തൻ്റെ കർത്തവ്യത്തിലേക്ക് ആ മരത്തണലിൽ പോയി ധ്യാനസ്ഥനാവുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും ആ ബൗദ്ധ ആദർശം ഒട്ടുമേ തെറ്റിക്കാത്ത അതിനനുസൃതമായിട്ടുള്ള ഒരു സന്യാസിയായിട്ടാണ് ആനന്ദഭിക്ഷുവിനെ ആശാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആ കന്യകയാകട്ടെ അവൾ അടിമുടിയാകെ മാറിപ്പോയിരിക്കുന്നു. പൂത്തുലഞ്ഞ വാകയിലെ കൊമ്പടർത്തിയെടുത്ത് അതിന്റെ ഭംഗി ആസ്വദിച്ച് ഇടയ്ക്കിടയ്ക്ക് അല്പമകലെ ധ്യാനസ്ഥിതനായിരിക്കുന്ന ഭിക്ഷുവിനെ കടാക്ഷമാല അണിയിച്ച് പാരിലൊറ്റക്കാലൂന്നി ഒരു മാരദൂതി പോലെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലേ? അവളുടെ ഉള്ളില് ചലനങ്ങൾ സൃഷ്ടിച്ചു. ആ ഒരു ദൃശ്യമാണ് നമ്മൾ ആ ചണ്ടാല ഭിക്ഷുകിയുടെ മുഖ ചിത്രമായിട്ട് കടന്നു വരുന്നത്. മാരദൂതി പോലെ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധനെ പല സന്ദർഭങ്ങളിലും മാരജിത്ത് എന്ന് പറയുന്നു. അതായത് ലൗകിക ചിന്തകളെയൊക്കെ ജയിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ബുദ്ധനെ മാരജിത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മാരദൂതിയായിട്ടാണ് മാതങ്കിയുടെ അവസ്ഥ. അവൾക്ക് സമയം നീങ്ങാതെയായി. ഭൂതപീഡയാലോ അനിയന്ത്രിതമായ അസ്വസ്ഥത്താലോ അവൾ ആകെ ഇളകി മറഞ്ഞ അവസ്ഥയിലായി. അഴകേറും ഭിക്ഷുവും അപ്പേരാലും വഴിയും കിണറും പരിസരവും ഒഴിയാതവൾ അഹോ മുമ്പിൽ കണ്ടു മിഴി അടച്ചെന്നാലും ആഹാരവും ഉറക്കവുമില്ലാതെ കഴിച്ചുകൂട്ടിയ ഒരു രാത്രിക്ക് ശേഷം നനഞ്ഞു വീർത്ത നയനാംബുജങ്ങളുമായി പുലരിയിൽ പ്രഭാതത്തിന്റെ അരുണരശ്മിയിൽ ഭിക്ഷുവിന്റെ പാദമുദ്ര തെളിഞ്ഞു കണ്ട ആ വഴിയിലൂടെ ആദ്യമൊക്കെ അവൾ അതിനെ ഉമ്മ വയ്ക്കുന്നുണ്ട്. നടന്നു നീങ്ങി ശ്രാവസ്തിയിലെ ബുദ്ധവിഹാരത്തിലെത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ചണ്ഡാലിക എത്തിച്ചേരുന്ന ബുദ്ധവിഹാരത്തെ കവി വർണ്ണിക്കുന്നുണ്ട് 3-ാം ഭാഗത്തില്. സർവചരാചരങ്ങളും സഹോദരഭാവത്തോടെ ഇണങ്ങിക്കഴിയുന്ന ശാന്തമായ ഒരിടമായിട്ടാണ് ബുദ്ധവിഹാരം അനുഭവപ്പെടുന്നത്. പൂങ്കുയിൽ മാന്തോപ്പിൽ പാടി നടക്കുന്നതും അണ്ണാൻ പാലമേൽ കയറി വാലുയർത്തിയിരിക്കുന്നതുമെല്ലാം ജീവിതത്തിന്റെ സമഭാവനയും അഹിംസയുടെ ആവിഷ്കാരവും ഒക്കെ നിറഞ്ഞ ഒരിടമായിട്ട് ഈ സ്ഥലത്തിന്റെ മാഹാത്മ്യത്തെ അവതരിപ്പിക്കുന്നു. അവിടെ നിന്ന് എത്തിച്ചേർന്നതോടുകൂടി തന്നെ അവളുടെ അന്തരാത്മാവിൽ ആത്മീയ ദീപം തെളിഞ്ഞ മുഹൂർത്തമായി തീരുകയാണ്. അരിയ നീർത്താർ മുട്ടേ നിൻ തലയിൽ സ്ഫുരിതമാം തൂമഞ്ഞിൻ തുള്ളിതന്നിൽ അരുണൻ നിർമ്മിച്ചൊര പത്മരാഗം പൊരുളാകയില്ലീ അർക്കദീപ്തി തന്നിൽ അതുമല്ല മുത്തേലും ബിന്ദുമാഞ്ഞു സുധയൂറും നിൻ കരൾ കാമ്പിൽ മെല്ലെ ദിവസം പുലർന്നു വിടർന്നിനി നീ അവികല ശോഭ വഹിക്കും പൂവേ.
എന്ന ആശാന്റെ കവനവൈഭവം ഉജ്ജ്വലിക്കുന്ന വരികളിലൂടെയാണ് ഈ ഭാവത്തെ അവതരിപ്പിക്കുന്നത്. താമരമൊട്ടിന്റെ ശിരസിൽ സ്ഫുരിക്കുന്ന ഹിമബിന്ദു, അതിൽ അരുണൻ നിർമ്മിക്കുന്ന പത്മരാഗം, ആ പത്മരാഗത്തെയും നിഷ്പ്രഭമാക്കുന്ന അർക്കദീപ്തി, ആ അർക്കദീപ്തിയിൽ കരൾക്കാമ്പിലൂറുന്ന സുധാരസം. ഇങ്ങനെയാണ് ആ നായികയുടെ ആത്മോത്കർഷത്തെ ഭംഗിയായി അവതരിപ്പിക്കുന്നത്. ശ്രീബുദ്ധന് മുന്നിൽ സാരയായിട്ടാണ് അവൾ നിൽക്കുന്നത്. ആ ചണ്ഡാലികയുടെ ആ സമയത്തെ അവസ്ഥാഭേദത്തെയും ഇങ്ങനെ പറയുന്നുണ്ട്. നിഗമരത്നത്തിന്റെ മുൻപിൽ യുക്തിവികലമാം പരമവാണി പോലെ എന്നാണ് പറയുന്നത്. നിഗമരത്നം എന്ന് പറഞ്ഞാൽ ബുദ്ധ ദർശനത്തിന് ആധാരമായ ഒരു തർക്കശാസ്ത്രമാണ്. യുക്തിഭദ്രമായ തർക്കശാസ്ത്രത്തിന് മുന്നിൽ യുക്തിവികലമായ വിഡ്ഢിയുടെ വാക്കുകൾ പോലെയാണ് ആ ചണ്ഡാലിക ശ്രീബുദ്ധന്റെ മുന്നിൽ നിന്നത് എന്നാണ് കവി പറഞ്ഞത്. അപ്പൊ ബുദ്ധദർശനത്തിന്റെ ആ കാതലായ സത്യത്തിലേക്കാണ് കവി ഈ വരികൾ ചൂണ്ടുന്നത്. അവിടെ ബുദ്ധന്റെ അനുഗ്രഹത്താൽ ഭിക്ഷുണിയായ ജീവിതം അവൾ തിരഞ്ഞെടുക്കുന്നു. തന്റെ കൂന്തലരിയുകയും ഭൂഷണമെല്ലാം വെടിയുകയും പീതാംബരമണിയുകയും ചെയ്യുന്നു. തുടർന്ന് 3 അടിസ്ഥാന കാര്യങ്ങൾ അവൾ അനുഷ്ഠിക്കുന്നതായിട്ട് ആശാൻ സൂചിപ്പിക്കുന്നുണ്ട്. യാതൊരു പ്രയാസമില്ലാതെ അഷ്ടാംഗമാർഗം, അതായത് മതത്തിലെ അഷ്ടമാർഗങ്ങൾ ദുഃഖമയമായ ജീവിതത്തെ ദുഃഖവിമുക്തമാക്കി നിർവാണത്തിൽ ലയിപ്പിക്കുന്നതിനുള്ള സത്ചിന്ത, സത്വചനം, സത്കർമ്മം എന്നിങ്ങനെയുള്ള 8 വഴികൾ ശീലിച്ചു. അതിനുശേഷം മൈത്രി, കരുണ, മുദിത എന്ന് പറഞ്ഞാൽ ഒരു പരകീയ പ്രീതി എന്നൊക്കെയാണ് അതിന് അർത്ഥം. എന്നീ ചിത്തഭാവങ്ങൾ പരിശീലിച്ചു. അങ്ങനെ നിർവാണത്തിനുള്ള പ്രധാന മാർഗങ്ങളെല്ലാം അവൾ ശീലിച്ചു. ഭിക്ഷ കൊണ്ട് ഉപജീവനം കഴിക്കുകയും ധർമ്മമാതാക്കളുടെ ഉപദേശം സ്വീകരിക്കുകയും ചിട്ടയായ ജീവിത രീതി പിന്തുടരുകയും ചെയ്യുന്ന അവൾ ഒരു ഭിക്ഷുണിക്ക് വേണ്ട മാനസികമായ എല്ലാ അച്ചടക്കവും സമ്പാദിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത് കാവ്യ ആരംഭത്തിൽ കേവലം വ്യക്തികേന്ദ്രമായിട്ട് ജലനീര് കൈക്കുമ്പിൾ ഒഴിച്ചു കൊടുത്ത ആ മതംഗ കന്യക ബുദ്ധന്റെ അനുഗ്രഹത്തിന് ശേഷം അല്ലെങ്കിൽ ഭിക്ഷുണിയായതിനു ശേഷം തൻ്റെ മനസ്സിലുള്ള ഏകവ്യക്തി കേന്ദ്രിതമായ പ്രണയ വികാരത്തെ സർവചരാചരങ്ങളിലേക്കും പകരുന്ന രീതിയിൽ അവിടെയുള്ള വൃക്ഷലതാദികൾക്കെല്ലാം ജലം പകരുന്ന കാഴ്ചയെയും കവി വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ലോകാനുരാഗതമായ മനസ്സിലേക്ക് മാറിയ ചണ്ഡാല ഭിക്ഷുകി ഒരു ഭിക്ഷുണിക്ക് വേണ്ട എല്ലാ മാനസികവും ശാരീരികവുമായ അച്ചടക്കം ശീലിച്ച് അവിടെ കഴിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് കാമ്യമായ ഈ നഭസിൽ ഒരു കാർകൊണ്ടൽ വന്നു കയറുന്നു എന്നാണ് കവി പറയുന്നത്. എന്താണത്? ധർമാശ്രമത്തിൽ ഒരു ചണ്ഡാലിക സ്വൈരമായി കഴിയുന്നു എന്നത് അവിടുത്തെ യാഥാസ്ഥിക കുലത്തിന് ഒട്ടും ദഹിക്കുന്നില്ല. അവർ രാജസന്നിധിയിൽ, അന്ന് പ്രസേനജിത്താണ് അവിടെ രാജാവായിരിക്കുന്നത്, അദ്ദേഹം ബുദ്ധനെ സന്ദർശിക്കുന്നു. ഈ ആശ്രമ സന്ദർശനവും പശ്ചാത്തലവും വർണ്ണിക്കുന്നതിന് ഏതാണ്ട് 60-ലേറെ വരികൾ ആശാൻ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ അതായത് രാജാവ് കടന്നു വരുന്ന വഴിയിലൂടെ കാണുന്ന പക്ഷി ലത മൃഗാദികളൊക്കെ തന്നെ ആശ്രമവാസികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന ഒരു ഏകോദര സോദരരെ പോലെ വാഴുന്ന ഇടമാണെന്നുള്ള ഒരു പ്രതീതി വായനക്കാരന് കടന്നു വരുന്ന രാജാവിനും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വർണ്ണനയാണ് അവിടെ നടത്തുന്നത്. അങ്ങനെ എത്തുന്നു, ബുദ്ധനോട് തൻ്റെ ജനങ്ങളുടെ പരാതി ബോധിപ്പിക്കുന്നു. അവിടെയാണ് ബുദ്ധ ഭഗവാന്റെ
ജാതി വ്യവസ്ഥയുടെ വിപത്തിനെ ചൂണ്ടിയുള്ള പ്രഭാഷണം നടക്കുന്നത്. ചണ്ടാലിതൻ മെയ് ദിജന്റെ ബീജപിണ്ഡത്തിനൂഷരമാണോ, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം എന്നിങ്ങനെയുള്ള പ്രസിദ്ധമായ ഉപദേശങ്ങൾ ഈ ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. ജാതി വ്യവസ്ഥ മൂലം ഉണ്ടാകാൻ പോകുന്ന വലിയ ദുര്യോഗത്തെ പറ്റിയും ബുദ്ധ ഭഗവാൻ ഇവിടെ പ്രവചിക്കുന്നുണ്ട്. ശരിക്കും ചണ്ഡാലികയെ ഭിക്ഷുണിയായി സ്വീകരിച്ചതോടെ യാഥാസ്ഥിതികമായ ഒരു വർണ്ണ വ്യവസ്ഥയുടെ നിഷേധമാണ് ബുദ്ധൻ ഇവിടെ ചെയ്യുന്നത്. ജന്മായത്തമായ ജാതി സങ്കല്പങ്ങളെയും ജാതീയമായ ഉച്ചനീചത്വങ്ങളെയും മാത്രമേ ബുദ്ധൻ നിഷേധിക്കുന്നുള്ളൂ. ജാതി എന്ന അടിസ്ഥാന സങ്കല്പത്തെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്ന് ഡോക്ടർ രാധാകൃഷ്ണനെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, മനുഷ്യന്റെ കർമ്മങ്ങൾക്കാണ് ബുദ്ധൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഒരാളെ ബ്രാഹ്മണനോ ചണ്ടാളനോ ആക്കി തീർക്കുന്നത് അയാളുടെ കർമ്മങ്ങളാണ്. ഏതു വിഭാഗത്തിൽ ഏതു ജാതിയിൽപ്പെട്ട വ്യക്തിക്കും നിർവ്വാണം നേടിയെടുക്കാം. അതിന് ജന്മായത്തമായ ജാതി ഒരു തടസ്സമേ ആകുന്നില്ല എന്നാണ് ബുദ്ധൻ വാദിക്കുന്നത്. ആ ജന്മായത്തമായ ജാതിയുടെ അർത്ഥശൂന്യതയെയും ബുദ്ധൻ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരാളുടെ രക്തത്തിലോ അസ്ഥിയിലോ മജ്ജയിലോ ജാതിയുടേതായ ഒരടയാളവും കണ്ടെത്തുക വയ്യ. ഗുരുദേവൻ പറഞ്ഞ പോലെ മനുഷ്യാണാം മനുഷ്യത്വം എന്ന തത്വമാണ് ഇവിടെ ഒക്കെ വെളിപ്പെടുന്നത്. ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്നത് തന്നെ അർത്ഥശൂന്യമാണ്. സ്വന്തം ശബ്ദത്തിന്റെ പ്രതിധ്വനിയോട് പോലും പോരാടുന്ന ജന്തുവിന്റെ അജ്ഞതയാണ് ജാതി ചിന്തയ്ക്ക് പിന്നിലുള്ളതെന്നും അദ്ദേഹം ഇവിടെ പറയുന്നു. ഇങ്ങനെ ജാതി ചിന്തയുടെ അപഹാസ്യതയെ യുക്തിയുക്തം ശ്രീബുദ്ധൻ ബോധ്യപ്പെടുത്തുന്നു. അത് മാത്രമല്ല, പൂർവജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ സർവചരാചരങ്ങളെയും ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും പറയുന്നു. മുട്ടയായും പൂവായും പുഴുവായും പൂമ്പാറ്റയായും വൃക്ഷമായും ചെടിയായും പക്ഷിയായും മൃഗമായും ഒക്കെ രൂപം മാറുന്നത് ഒരേ ബീജം തന്നെയാണ്. അങ്ങനെ ഒരേ ബീജത്തിന്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ജന്മ പരമ്പരകൾക്ക് നിദാനം കർമ്മനിയതിയാണ്. തനിക്ക് ഏത് ജന്മവും ഉണ്ടാകാം. എന്നിരിക്കെ ഏതെങ്കിലും ഒരു ജന്മത്തെ നമുക്ക് പഴിക്കാൻ കഴിയുമോ? അഹിംസയും സ്നേഹവും മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യതകളാണെന്നുള്ള പിൻബലത്താൽ ആശാൻ ബുദ്ധനിലൂടെ തന്റെ സ്നേഹദർശനവും അവതരിപ്പിക്കുന്നു. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർഗം, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹുതി തന്നെ മരണം, സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം. ഈ സ്നേഹസങ്കല്പത്തിലൂടെ ബുദ്ധദർശന പ്രസിദ്ധമായ മൈത്രി സങ്കല്പത്തെയാണ് ആശാൻ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ജാതി ചിന്തയുടെ അടിസ്ഥാന മനുഷ്യന്റെ അജ്ഞതയും അസൂയയുമാണെന്ന് ആശാൻ സമർത്ഥിക്കുന്നു. പ്രസിദ്ധമായ ഒരു ബുദ്ധകഥയെ വെറുതെ പുനരാഖ്യാനം ചെയ്യുകയല്ല ഇവിടെ ആശാൻ ചെയ്തിട്ടുള്ളത്. ആശാന്റെ മനസ്സിൽ സഞ്ചിതമായി കിടക്കുന്ന ബുദ്ധ ദർശന സംസ്കാരവും ഇതിലൂടെ വെളിപ്പെടുന്നുണ്ട്. എന്റെ ഏറ്റവും അവസാനത്തെ വരി എന്ന് പറയുന്നത്, എത്തി നിൽക്കുന്നു ഭാരതത്തിലൊരു 10 ശതാബ്ദമശാന്തി. കാവ്യാരംഭത്തിൽ തന്നെ കവി പറയുന്നത് 2500 കൊല്ലങ്ങൾക്ക് മുൻപുള്ള കഥ എന്നുള്ള സൂചന നൽകുന്നുണ്ട്. എന്നാൽ അവസാനത്തിലാകട്ടെ കേവലം 10 ശതാബ്ദം മാത്രം ഈ ശാന്തി നിലനിന്നു എന്നാണ് കവി പറയുന്നത്. അത് കഴിഞ്ഞ് അശാന്തിയാണ്. അതായത് ആശാന്റെ കാവ്യരചനാ വേളയ്ക്ക് അനേകകാലം മുമ്പ് തന്നെ ജാതി വ്യവസ്ഥ ഇവിടെ പിടിമുറുക്കി എന്ന സൂചന ആണ് കാവ്യത്തിലൂടെ നൽകുന്നത്. അപ്പൊ നമുക്ക് കാവ്യം വായിച്ച് അവസാനം എത്തുമ്പോൾ ശാന്തി ഒരു ഭാവം ജനിക്കുമെങ്കിലും പക്ഷേ അത് ഏകദേശം 10
ശതാബ്ദക്കാലമേ നിലനിന്നുള്ളൂ, അതിനുശേഷം ഇവിടെ വീണ്ടും അശാന്തിയാണ് നിലനിൽക്കുന്നത് എന്നും പറയുന്നു. ഇത്രയുമാണ് ആ കാവ്യത്തിലൂടെ കടന്നു പോകുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് ആശാന്റെ കാവ്യ ദർശനങ്ങൾ, അത് എല്ലാ കവിതയിലും പോലെ ചണ്ടാല ഭിക്ഷുകിയിലും കടന്നു വരുന്നുണ്ട്. ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും ഇതുപോലെ വ്യക്തമായ സാമൂഹ്യ പരിഷ്കരണ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതിയതാണ്. ജാതികൃതമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള ആത്മരോഷങ്ങൾ സാമുദായിക നവോത്ഥാനത്തിനു വേണ്ടി രൂപം കൊണ്ട SNDP യോഗത്തിന്റെ സെക്രട്ടറിയായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടും ഒട്ടേറെ പ്രസംഗങ്ങൾ നൽകുകയും ഈ വിഷയത്തെക്കുറിച്ച് ഒട്ടേറെ ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടും അന്നൊന്നും അദ്ദേഹം ഇത്തരത്തിലൊരു പൂർണ്ണമായ കാവ്യരചന നടത്തിയിട്ടില്ല. അതിൽ നിന്നും വിടുതൽ വാങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാവ്യം ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും അദ്ദേഹം രചിക്കുന്നത്. പിന്നെ ഒറ്റപ്പെട്ട കാവ്യങ്ങൾ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, അതൊക്കെ SNDPയുടെ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ മാനസിക വൈഷമ്യത്തിന്റെ പേരിൽ വന്നു ചേർന്നതാണ്. അതുപോലെ തന്നെ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്നതും ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ്. ഇപ്പോൾ വർത്തമാനകാല ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ആവിഷ്കരിക്കാൻ ആശാൻ പലപ്പോഴും ഭൂതകാലത്തിന്റെ ഏടുകൾ തന്നെയാണ് തേടിയിരുന്നത്. ദുരവസ്ഥയുടെ മുഖവുരയിലും അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ വിലക്ഷണകൃതിയാണിതെന്ന് രേഖപ്പെടുത്തുന്നെങ്കിലും ഉത്കൃഷ്ടമായ ഒരു ധർമ്മ ആദർശത്താൽ പ്രേരിതനായി താൻ എഴുതുന്ന കാവ്യമാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാവ്യത്തെ അനുകമ്പയോടെ നിരീക്ഷിക്കണമെന്നാണ് ദുരവസ്ഥയിൽ പറയുന്നത്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ എഴുതിയ ഏതാണ്ട് 3 മാസത്തിനകം പ്രസിദ്ധീകരിച്ച ചണ്ടാല ഭിക്ഷുകിയിൽ ദുരവസ്ഥയുടെ സഹോദരിയായി കാണണമെന്നും വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ കേരളീയ സമൂഹം നിറഞ്ഞ കൈയോടെ തന്റെ ദുരവസ്ഥ സ്വീകരിച്ചതിലുള്ള സന്തോഷമാകാം ഈ വാക്കുകളിലൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ദർശനപരമായും ലാവണ്യപരമായും അസാധാരണമായൊരു മിഴിവ് പുലർത്തുന്ന കവിത തന്നെയാണ് ചണ്ടാല ഭിക്ഷുകി എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ ആശാന്റെ എല്ലാ കവിതകളിലും പ്രകടമായി കാണുന്ന ഒന്നാണ് മൃത്യുബോധം. അത് ദുരവസ്ഥയിലും ചണ്ടാല ഭിക്ഷുകിയിലും പ്രത്യക്ഷമായി കടന്നു വരുന്നില്ല എന്നേ ഉള്ളൂ. മുഖ്യ കഥാപാത്രങ്ങളുടെ മരണത്തിന് വിധേയമാകുന്ന പതിവ് പന്ഥാവിൽ നിന്ന് അദ്ദേഹം ഒന്ന് മാറി ചിന്തിക്കുന്നു. പക്ഷേ ദുരവസ്ഥയിലെ നായിക നമുക്കറിയാമല്ലോ, ബ്രാഹ്മണ്യത്തിൽ നിന്ന് പുലയച്ചാളയിൽ അഭയം തേടിയെത്തിയവളാണ്. അപ്പോൾ ജാതി ഭ്രഷ്ട് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മരണത്തിന് അവളും വിധേയയാകുന്നുണ്ട്. ഒരു സമൂഹത്തിൽ മരിച്ച് മറ്റൊരു സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന ഒരു പരോക്ഷമായ ലോകാന്തര ജീവിത പ്രതീതി അതിനകത്തും ആശാൻ കൊണ്ടുവരുന്നുണ്ട്. ചണ്ടാല ഭിക്ഷുകിയിലും അതുപോലെ മാതങ്കിയുടെ മാനസിക മരണമാണ് അവിടെയും സൂചിതം. ആനന്ദ ഭിക്ഷുവിൽ നിന്ന് ഉത്ഭവിച്ച അപൂർവമായ ജീവിതരതിയാൽ പ്രചോദിതയായി അദ്ദേഹത്തെ തേടി ഇറങ്ങുന്ന മാതങ്കിയാണ് അവളുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത മറ്റൊരു ലോകത്തേക്ക് ചെന്നു ചേരുന്നത്. അങ്ങനെ അവിടെ ജനന മരണങ്ങളാകുന്ന ദുഃഖങ്ങൾക്ക് കാരണമായ തൃഷ്ണ നിനക്കിനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന ശ്രീബുദ്ധന്റെ അനുഗ്രഹാശിസുകൾ അവളെ മറ്റൊരു ജീവിതത്തിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ മാനസികമായ ഒരു മരണം തന്നെയാണ്. ഇവിടെയൊക്കെ ആശാന്റെ ആ ഒരു മൃത്യുബോധം നമുക്ക് ഉണ്ടെന്ന് പറയാം. അപ്പൊ ലൗകിക ജീവിതത്തിന്റെ മുഗ്ധതയ്ക്ക് പിന്നാലെ വെമ്പി കുതിച്ച ഒരു ഹൃദയത്തിന് ഇത്തരത്തിലുള്ള ഒരു ജീവിതം യഥാർത്ഥത്തിൽ മരണം തന്നെയല്ലേ? അങ്ങനെ കരുതാമെന്ന് കരുതുന്നു. അങ്ങനെ തന്നെയാണെന്ന് ഞാനും കരുതുന്നു. ഇപ്പോ സ്നേഹത്തെയാണ്, മരണത്തെ ജയിക്കാൻ ആശാൻ മൃത്യുഞ്ജയോ ഉപകരണമാക്കി എടുക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ കവിതയെയും പരിണാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് ആശാന്റെ സ്ത്രീ ചിന്ത. നമുക്കറിയാം, ആശാൻ സ്നേഹഗായകനാണ്, വിപ്ലവ ഗായകനാണ് എന്നുള്ളത് പോലെ തന്നെ സ്ത്രീപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന കവിയുമാണ് ആശാൻ. ആശാന്റെ രചനകളെല്ലാം തന്നെ നായികാ പ്രധാനമുള്ളതാണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവളുടെ വ്യക്തിത്വം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന കവിതകൾ കൂടിയാണ്. ഇപ്പോൾ ചിന്താവിഷ്ടയായ സീതയൊക്കെ നമുക്ക്
ഏറ്റവും അത്യന്താധുനികമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞ കാവ്യമാണ്. അപ്പൊ ഇവിടെയൊക്കെ സ്ത്രീകളെ അവരുടെ കാമ്യ പരിഗ്രഹേച്ഛകളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്ത്രീ ആയിട്ടാണ് ആശാൻ അവതരിപ്പിക്കുന്നത്. പക്ഷെ തന്റെ സ്തോത്രകാവ്യങ്ങളിലൊക്കെ ചില സ്ത്രീ നിന്ദനങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്, ചിത്തമാം വലിയ വൈരി കീഴമർന്ന് അത്തൽ തീരുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നവനെ സന്യാസിയാകുന്നുള്ളൂ എന്ന തിരിച്ചറിവ് ആശാനിൽ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ആശാന്റെ സ്ത്രീ ചിന്തയിലൊക്കെ മാറ്റങ്ങൾ കണ്ടുവരുന്നത്. ഇവിടെ മാതങ്കി സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെന്ന് അഭിമാനിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എത്തിയവളല്ല. ഒരു പേര് പോലും അവൾക്ക് സ്വന്തമായില്ല. അതുകൊണ്ടാണ് ആനന്ദഭിക്ഷു സോദരി എന്ന് വിളിച്ചപ്പോഴും വെള്ളം ചോദിച്ചപ്പോഴും അവൾ ആകെ അമ്പരപ്പുണ്ടാകുന്നത്. ചണ്ടാല വർഗത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് അവള് ചണ്ടാലിയായത്. മതംഗ ജാതിയിൽ പിറന്നത് കൊണ്ട് മാതങ്കിയുമായി. അല്ലാതെ സ്വന്തമായ ഒരു പേര് അവൾക്കില്ല. അങ്ങനെ ഈ ലോകത്തിൽ തനിക്കായി അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തവൾ, ഒരു ശൂന്യ അവസ്ഥയിൽ നിന്നാണ് കവി അവളെ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിന് ഭിക്ഷുദർശനം ഒരു നിമിത്തമായി എന്ന് മാത്രം. ആശ്രമത്തിലെത്തി ഭിക്ഷുണിയായി അംഗീകരിക്കപ്പെട്ടപ്പോൾ അതുവഴി അവൾക്ക് നേടാൻ കഴിഞ്ഞത് തൻ്റെ സ്വത്വപരിണാമത്തിന്റെ ആഴവും വ്യാപ്തിയും എത്രയാണെന്നുള്ള തിരിച്ചറിവാണ്. വെറും മനുഷ്യരൂപം മാത്രമുണ്ടായിരുന്ന ഒരു ജീവി മനുഷ്യനാവുക എന്ന ജൈവ അത്ഭുതമാണ് ആ ബുദ്ധവിഹാരത്തിൽ സംഭവിച്ചത്. മറ്റൊരു ജന്മം നേടിയ ചാരിതാർത്ഥത്തിലൂടെ, ചണ്ടാലിയെ സ്ത്രീയാക്കി മാറ്റിയതിലൂടെ ഒരു സ്ത്രീക്ക് അവളുടെ സ്വത്വം കണ്ടെത്താൻ അവസരമുണ്ടാക്കുകയാണ് ആശാൻ ചണ്ടാല ഭിക്ഷുവിലൂടെ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, ശ്രീബുദ്ധനെ ഇവിടെ മുഖ്യ കഥാപാത്രമാക്കി എടുക്കുന്നു. അതും ചണ്ടാല ഭിക്ഷുകിയുടെ കലാപരമായ ഒരു വിജയം തന്നെയാണ്. അജാതി രക്തത്തിലുണ്ടോ അസ്ഥി മജ്ജ ഇതുകളിലുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാനാവാതെ വിളറി നിൽക്കുന്നത് ഒരു കാലഘട്ടമാണ്, ഒരു രാഷ്ട്രമാണ്, ഒരു ജനത മുഴുവനുമാണ്. അങ്ങനെയുള്ളിടത്ത് മർത്യർക്കില്ല, താനില്ല താൻ ജാതി എന്ന വിധി തീർപ്പ് അംഗീകരിച്ചേ മതിയാകൂ. ഇനി നമുക്ക് അതിന്റെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആശാന്റെ കവിതകളിൽ കൂടുതലും ബിംബകൽപ്പനകളായി തെളിഞ്ഞു വരുന്നത് പുഷ്പബിംബങ്ങളും ജലബിംബങ്ങളുമാണ്. കവി മനസ്സിന്റെ അബോധതലങ്ങളിൽ നിന്നും ചിതറി വീഴുന്ന കാവ്യദർശനത്തിന്റെ അടയാളങ്ങളാണവ. ജീവിച്ച സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടുമാവാം. കായലോരവും കടലോരവും നിറഞ്ഞ പ്രദേശവും ബോട്ട് യാത്രകളും ഒക്കെ ആയിരിക്കാം ഈ ജലബിംബങ്ങൾക്ക് കൂടുതൽ ആധാരമായിട്ടുള്ളത്. രാജ്ഞി കണക്കെ ശോഭിച്ച് ഗതമൗക്തിക ശുക്തി പോൽ നിലത്ത് കിടന്ന പുഷ്പസുന്ദരി ഈ പശ്ചിമ താരകമായി കൽപ്പവൃക്ഷത്തിന്റെ കൊമ്പിൽ വിടർന്നിടാമെന്ന് വീണപൂവിൽ പറയുമ്പോഴും ഉഷസംഖ്യയായ നളിനി ശാന്തവീജി അതിൽ വീജി പോലെ ദിവാകരനോട് ചേരുമ്പോൾ ധാമമൊന്നുടനുയർന്നു മിന്നൽ പോൽ വ്യോമമണ്ഡലമണിഞ്ഞ് കർമ്മപാശഗതി കടന്നതും ലീല രേവാനദി നീട്ടുന്ന ധവള തരംഗ കരങ്ങളിൽ സന്തോഷം കൊണ്ട് കൊള്ളിമീൻ പോലെ കുതിച്ച് മാംസം പിടിഞ്ഞാൽ തീരുന്നതില്ല പ്രണയജടിലം ദേഹിതൻ ദേഹബന്ധം എന്ന് മദനന്റെ ആത്മാവിനോട് ഒത്തുചേരുമ്പോഴും AR രാജരാജവർമ്മ ഒരു വൃഷ്ടിയുടെ കാലത്ത് ഏകാന്ത അദ്വയ ശാന്തി ഭൂവിലെത്തുന്നതും സീത തടിനി ജലബിംബിതാംഗിയായി ക്ഷമയും കുമ്പിടുവോരു താരപോൽ സ്ഫുടമായി ഭവതംഘ്രിലീല ഞാൻ ഓമലേ ദ്യോവിലു ഉയർന്ന ദീപമാം വഴിത്താരയിൽ എത്തിച്ചേരുമ്പോഴും കഞ്ചബാണന്റെ പട്ടം കിട്ടിയ രാജ്ഞി കണക്കെ ശോഭിച്ചിരുന്ന വാസവദത്ത
ശുദ്ധി തേടുന്ന ക്ഷണത്തിൽ തന്നെ ഹിമഗണത്തിൽ പതിയുന്നതും ഇവിടെ മാതങ്കി അവൾ പകർന്ന തണ്ണീരിനാൽ അന്തമറ്റ സുഹൃതഹാരങ്ങൾ അന്തരാത്മാവിൽ അർപ്പിക്കുമ്പോഴും തൃഷ്ണയുണ്ടാവാതെ അനുഗ്രഹീതയാവുകയും ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ നായികമാരെല്ലാം തന്നെ, സാവിത്രി വെള്ളപ്പനിത്തുള്ളിയായി കണ്ണുനീർക്കണം തുള്ളി നിൽക്കുന്ന മിഴികളാലെ പ്രാർത്ഥിച്ചപ്പോൾ ഈശേച്ഛാസുന്ദരമായ സമാഗമത്തിലാണ് എത്തിച്ചേരുന്നത്. ഇവിടെ നായികമാരെല്ലാം ഇങ്ങനെ ജലബിംബ പ്രധാനമായ കൽപ്പനകളാണ് അവരുടെ പരിസമാപ്തിയിൽ ആശാൻ സൂചിപ്പിക്കുന്നത്. ചണ്ടാല ഭിക്ഷുകിയിൽ തന്നെ കാനൽ ജലപ്രവാഹം, നീർച്ചാല്, നിശ്ചലമായ കാർകൊണ്ടൽ, ശുഭ്ര കണ്ണാടിക്കതിർ ചിതറും നീർ, വിജ്ഞാനധാര എന്നിങ്ങനെയൊക്കെയുള്ള ജലബിംബങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ചണ്ടാല ഭിക്ഷുകി. ഇങ്ങനെ ആശാന്റെ വികാര വിചാരങ്ങളിലെല്ലാം തന്നെ ജലബിംബങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ആശാന്റെ ജീവിത രീതി തന്നെ സൗന്ദര്യോപാസനയുടെ ജലബിംബങ്ങളിലൂടെയാണ് തിളങ്ങിയിട്ടുള്ളത്. മരണത്തെയും ജീവിതത്തെയും അതിന്റെ തീക്ഷ്ണത ചോരാതെ ഇത്തരം ജലബിംബങ്ങളിൽ ആവിഷ്കരിക്കുകയും അതിന് ആശാനെ പ്രാപ്തനാക്കിയത് ഇത്തരത്തിൽ കായൽക്കരയിലെ കൈക്കര പ്രദേശത്തെ ജീവിതവും നിരന്തരമുള്ള ബോധയാത്രകളുമായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. ഇനി ആശാന്റെ കവിതയിലെ ജാതിയില്ല രാഷ്ട്രീയം, ശരിക്കും പറഞ്ഞാൽ ആശാൻ ചണ്ടാല ഭിക്ഷുകിയുടെ രചന നടത്തുന്നതിന് മുൻപും അതിനു പിൻപും ഈ ജലത്തിന്റെ ജാതിയില്ലായ്മയെ സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് ചരിത്ര സംഭവങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിൽ 1913, അതായത് കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതുന്നതിന് ഏകദേശം 10 വർഷം മുമ്പ് കൊച്ചിയിലെ ബോൾഗാട്ടി കായലിൽ നടന്ന വിപ്ലവകരമായ പ്രതിഷേധ സമ്മേളനമാണ്. ഐത്തത്തിനെതിരായും സഞ്ചാര സ്വാതന്ത്ര്യത്തിനായും അധസ്ഥിത വിഭാഗങ്ങളെ അണിനിരത്തി കായലിൽ നടുക്ക് വള്ളങ്ങളിൽ ചേർന്ന ഈ സമരം കായൽ സമ്മേളനം എന്ന പേരിൽ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ എഴുതപ്പെടുന്നുണ്ട്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതിന് എതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ കായൽ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ അനന്തരഫലം കൊച്ചിയിലെ പുലയ മഹാസഭയുടെ രൂപീകരണവും അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള വഴിയൊരുക്കലുമായിരുന്നു. അതോടൊപ്പം തന്നെ ജലത്തിന് ജാതിയില്ല എന്നുള്ള ഒരു ധീരമായ പ്രഖ്യാപനവും ഈ സമ്മേളനത്തോടൊപ്പം നടക്കുന്നു. ഇതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് 1927, അതായത് ചണ്ടാല ഭിക്ഷുകി എഴുതിയതിനു ശേഷം ഡോക്ടർ BR അംബേദ്കർ നടത്തുന്ന ഒരു സമരമാണ്. അതും ഇത്തരത്തില് അവർണർക്ക് എതിരെയുള്ള ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണാം. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ മഹത്ത് എന്ന സ്ഥലത്ത് നടന്ന ചരിത്രപ്രസിദ്ധമായ സമരമാണ്. അതായത് അവിടെയുള്ള ഒരു പൊതുജലസംഭരണിയിൽ നിന്നും വെള്ളം എടുക്കാൻ അവിടെയുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ നിഷേധിച്ചിരുന്നു, അവരെ അടുപ്പിച്ചിരുന്നില്ല. അപ്പൊ അംബേദ്കർ ആ സമയത്ത് അവിടെ ആയിരക്കണക്കിന് അവർണരെ സംഘടിപ്പിച്ച് സത്യാഗ്രഹം നടത്തുകയും ആ സത്യാഗ്രഹ അന്ത്യത്തിൽ അദ്ദേഹം തന്നെ ഒരു കൈക്കുമ്പിൾ ജലം അതിൽ നിന്ന് എടുത്തു കുടിക്കുകയും അതിനെ തുടർന്ന് അവിടെ കൂടിയിരുന്ന ഓരോ കീഴാള ജനതയും അംബേദ്കർ ചെയ്തതുപോലെ ഒരു കൈക്കുമ്പിൾ ജലം എടുത്തു കുടിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ വെള്ളം ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ പൊതു കിണറുകളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും വെള്ളം ഉപയോഗിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോ ഈ രണ്ട് സംഭവങ്ങൾക്കും ഇടയിലാണ് ആശാന്റെ ചണ്ടാല ഭിക്ഷുകിയുടെ പിറവി. ജാതി വിരുദ്ധതയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു സ്വോദ്ദേശത്തോടൊപ്പം ജലത്തിന് ജാതിയില്ല എന്നൊരാശയം കൂടി ചണ്ടാല ഭിക്ഷുകി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥയും അതിനോട് ബന്ധപ്പെട്ട അനാചാരങ്ങളും മൂലം അസഹ്യമായി തീർന്ന നീചമായ അന്തരീക്ഷത്തിൽ സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ച ഒരു രചന കൂടിയാണിത്. അതുകൊണ്ട്
ഒരു തലമുറയാകമാനം ഇത് ഹൃദിസ്ഥമാക്കുകയും പാടിപ്പതിയുകയും ചെയ്തു എന്ന്, പ്രത്യേകിച്ചും ആശാന്റെ മറ്റു കവിതകളെ അപേക്ഷിച്ച് ചണ്ഡാലഭിക്ഷുകിയുടെ 2 വരികൾ ഹൃദിസ്ഥമാകാത്ത ഒരു മലയാളിയും ഒരു കഴിഞ്ഞ തലമുറയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയുള്ളത് ചണ്ഡാലഭിക്ഷുകി എന്ന കാവ്യത്തിന് സമാനമായ ചില കൃതികൾ ഇന്ത്യയിലും കേരളത്തിലും ആശാന് മുൻപും പിൻപും ഒക്കെ ഉണ്ടായത് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ടാഗോറിന്റെ ചണ്ഡാലിക എന്നുള്ള കൃതിയാണ്. അത് 1937 ഈ കൃതി ഉണ്ടാകുന്നത്. പക്ഷെ നിത്യചൈതന്യതയുടെ പുസ്തകത്തിലോ മറ്റോ ആണ് ഇത് ആശാന് മുമ്പേ എഴുതിയ കൃതിയാണെന്ന് ഒരു സൂചന പറയുന്നുണ്ട്. പക്ഷെ അത് 1937 ടാഗോറിന്റെ ചണ്ഡാലിക എന്ന നാടകം പുറത്തിറങ്ങുന്നത്. വെറും 2 രംഗങ്ങളുള്ള ഒരു നാടകമാണ്. ചണ്ഡാല ഭിക്ഷുകിയിലെ കഥാസാരം തന്നെയാണ്, ആ ബുദ്ധന്റെ കഥ തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ഇതിലെ നായികയ്ക്ക് പക്ഷെ പേരുണ്ട്. പ്രകൃതി എന്നാണ് ആ നായികയുടെ പേര്. അപ്പൊ ടാഗോറിന്റെ പ്രകൃതി എന്ന നായികയും ഇതുപോലെ ബുദ്ധഭിക്ഷു ആവശ്യപ്പെട്ട പ്രകാരം വെള്ളം കൊടുക്കുകയും അത് കഴിഞ്ഞ് അവളുടെ അന്തരാത്മാവിൽ ബുദ്ധഭിക്ഷുവിനോട് അനുരാഗം ഉത്ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതവൾക്ക് അടക്കാനാവാതെ വരുമ്പോൾ അവളുടെ മാതാവിനോട് പറയുന്നു. അതായത് അവളുടെ മാതാവ് അല്പസ്വല്പം മന്ത്രതന്ത്രങ്ങളൊക്കെ വശമാക്കിയിരുന്നു. അതുകൊണ്ട് ആ ഭിക്ഷുവിനെ പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ആനയിക്കണമെന്നും അവർ പറയുന്നു. അപ്പൊ അമ്മ അതിൻ പ്രകാരം അയാളെ മന്ത്രത്തിലൂടെ വീട്ടിന്റെ പടിക്കൽ വരെ എത്തിക്കുന്നു. പക്ഷെ ആ നിമിഷത്തിൽ പ്രകൃതിയുടെ മനം മാറുകയും ആ ആനന്ദ ഭിക്ഷു അല്ലെങ്കിൽ ആ ഭിക്ഷു, ആനന്ദ ഭിക്ഷു എന്ന് തന്നെയാണ് അതിലും ഈ കഥ തന്നെയാണ്, ഒരിക്കലും എൻ്റെ മുന്നിലും മറ്റാരുടെ മുന്നിലും തോൽക്കാൻ പാടില്ലെന്നും അദ്ദേഹത്തെ പെട്ടെന്ന് തിരികെ തന്നെ അയച്ചോളൂ എന്ന് അമ്മയോട് ആവശ്യപ്പെടുകയും അമ്മ അതനുസരിച്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആശാന്റെ ഭിക്ഷു ആവശ്യപ്പെട്ടതുപോലെ തന്നെ കൃപാരസമോഹനം കുളിർ തണ്ണീർ എന്ന ഒരു കൈക്കുമ്പിൾ ജലം പ്രകൃതി എന്ന പെൺകുട്ടിയുടെയും മനസ്സാകെ മാറ്റിമറിച്ച ഒരു കഥയാണ് ടാഗോറിന്റെ ചണ്ഡാലിക എന്ന നാടകത്തിൽ പറയുന്നത്. അതിനകത്ത് ഒരു വരി ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട്, ഇത്തിരി വെള്ളമെന്നാൽ അതിനാഴമെത്ര, 7 കടലും അതിലേക്കൊഴുകി എൻ ജാതി അതിലേക്കാണ്ടുപോയി. ആ ഒരു കൈക്കുമ്പിൾ ജലത്തിൽ 7 കടലും ഒതുങ്ങിയെന്നും എൻ്റെ ജാതി എന്ന് പറയുന്ന ആ ഒരു അധമഭാവം അതിൽ അലിഞ്ഞില്ലാതായി എന്നുമാണ് പ്രകൃതിയുടെ വാക്കുകൾ. ഇത് ആണ് അവളുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കൈക്കുമ്പിൾ ജലം കൊണ്ട് വിപ്ലവ വീര്യം സൃഷ്ടിച്ച ഒരു സാംസ്കാരിക സൗന്ദര്യ ചലനത്തിന്റെ അടയാളമാണ് ചണ്ഡാല ഭിക്ഷുകി എന്നുള്ള കാവ്യവും. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ 1972 സച്ചിദാനന്ദൻ ബോധവതി എന്നുള്ള കവിതയിലും ഈ ഒരു ചണ്ഡാല പെൺകുട്ടിയുടെ ബോധത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ചണ്ഡാലബോധി തളിർത്താർത്തുണരട്ടെ പന്തീർ കുലമൊന്നിൽ വീണ്ടും. അതായത് ജാതി വീണ്ടും ഇവിടെ ഉടലെടുക്കുന്നു എന്നുള്ള ഒരു സൂചനയും അതിൽ ചണ്ഡാല പെണ്ണിനുണ്ടായ ആ ഒരു തിരിച്ചറിവ് തളിർത്തുണരട്ടെ ഓരോ മനുഷ്യന്റെ ഉള്ളിലുമെന്ന് പറഞ്ഞുകൊണ്ട് വർത്തമാനകാലത്ത് വർദ്ധിച്ചു വരുന്ന ജാതി ചിന്തയുടെ മേൽ ബോധിവൃക്ഷത്തിന്റെ തണൽ വീണ്ടും തളിർത്ത് ആർത്ത് ഉണരട്ടെ എന്ന് കവി പാടുന്നുണ്ട്. ജയശീലന്റെ പേരുനെറ്റിയിൽ എന്നുള്ള ഒരു കവിത, അതിലും രൂപത്തിലും ഭാവത്തിലും നാം ജാതി വെളിപ്പെടുത്തി നടക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട് കവി. ആണ് പൊട്ടിടുകയും വസ്ത്രം അണിയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ ജാതിയുടെ സിംബലുകൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിന് അദ്ദേഹം അവസാനം ഒരു പോംവഴി പറയുന്നുണ്ട്. വെള്ളം പോലെ നിറമില്ലാത്ത പേരുകൾ ഇടണം നമുക്ക്, കാറ്റുപോലെ തരംതിരിവുകാരന് തിരിച്ചെടുക്കാനാവാത്ത പേരുകൾ ഇടണം നമുക്ക്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. വെള്ളം പോലെ നിറമില്ലാത്ത പേരുകൾ ഇടണം നമുക്ക് അറിയാം അല്ലെ? ഒരു പേര് കേൾക്കുമ്പോൾ അയാൾ ഏത് മതമാണെന്നെങ്കിലും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വെള്ളം പോലെ അവിടെയും ആ ഒരു ജലസൂചന കടന്നു വരുന്നത് ശ്രദ്ധിക്കുക.
വെള്ളം പോലെ നിറമില്ലാത്ത പേരുകൾ ഇടാം നമുക്ക്. കാറ്റുപോലെ തരം തിരിവുകാരന് തിരിച്ചെടുക്കാനാവാത്ത പേരുകൾ ഇടണം നമുക്ക്. ഇവിടെയും ചണ്ടാല ഭിക്ഷുകിയിലെ സൂക്ഷ്മമായ ജലവിധാനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ടി.പി. രാജീവന്റെ കാക്ക എന്നുള്ള കവിത, അത് ചണ്ടാല ഭിക്ഷുകിയുടെ ഒരു അന്തസന്നിവേശം ചെയ്തുകൊണ്ട് ഒരു എതിർവായനയാണ്. അതായത് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കാക്ക കല്ലിട്ട് കലത്തിലെ ജലം കുടിക്കുന്ന ഒരു പഴങ്കഥ നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ ദാഹിച്ചു വലഞ്ഞ ഒരു കാക്ക കലത്തിൽ അല്പം ജലം കാണുന്നത് കണ്ട് അതിൽ കല്ലുകളല്ല ഇടുന്നത്, മറിച്ച് വാക്കുകളാണ്. ആ വാക്കുകളിട്ട് നിറയുമ്പോൾ ജലവിധാനം ഉയർന്നു വരുന്നു, പക്ഷെ അത് രക്തനിറമായിരുന്നു. അത് കുടിച്ച് കാക്ക പറന്നു പോവുകയും ചെയ്യുന്നു. ഇവിടെ കല്ലുകൾക്കു പകരം കാക്ക പിറക്കിയിട്ട ഈ വാക്കുകൾ ഹിംസയുടെ വാക്കുകളായിരുന്നു എന്ന് നമുക്ക് കാണാം. വെറുപ്പിന്റെ, ജാതി വിരുദ്ധതയുടെ ഈ കൊച്ചു കൊച്ചു വാക്കുകൾ കരുണയുടെ അല്പമാത്രമായ ജലവിധാനത്തിലേക്ക് കൊത്തിയിടുമ്പോൾ, അങ്ങനെ കൊത്തിയിടുന്ന കാക്കകൾ നമ്മുടെ ചുറ്റിലുമുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത. ആ ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ജനവിധാനത്തിലേക്ക്, ജാതിയുടെ, ഹിംസയുടെ കൊച്ചു കൊച്ചു വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റുന്നവരെ നാം തിരിച്ചറിയണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഇനി ഒടുവില് ടി.എസ്. എലിയറ്റിന്റെ ദി വേസ്റ്റ് ലാൻഡ് എന്നുള്ള കവിതയില് ഈ ഒരു കൈക്കുമ്പിൾ ജലം എന്നുള്ള ഒരു ആശയം അതിനകത്ത് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നുകൊണ്ട് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ് എന്ന ഒരു വരി അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ആശാൻ കണ്ട ജാതിയുടെ ഭൂമിയല്ല അവിടെ, ലോകമഹായുദ്ധം നടന്ന യൂറോപ്പാണ് ടി.എസ്. എലിയറ്റിന്റെ തരിശുഭൂമിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇവിടെ ആശാൻ ജാതിയുടെ നിരർത്ഥകത ഒരു കൈക്കുമ്പിൾ ജലത്തിലാണ് കാട്ടിത്തരുന്നതെങ്കിൽ അവിടെ ഭയത്തെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഡസ്റ്റിൽ, പൊടിയിലാണ് എലിയട്ട് കാട്ടിത്തരുന്നത്. ഇങ്ങനെ പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ ഇന്നും ജാതിയുടെ അംശങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനെയൊക്കെ നാം തിരിച്ചറിവോടുകൂടി നോക്കിക്കാണണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി, ജാതി എന്താണ് അവർണനോട് അല്ലെങ്കിൽ കീഴാളനോട് ചെയ്യുന്നത് എന്ന ഒരു ചോദ്യമാണ് മലയാള കവിതയിൽ ചണ്ടാല ഭിക്ഷുകി ഉന്നയിക്കുന്നത്. ജാതിയുടെ അഭാവമല്ല, ജാതിയുടെ തിരിച്ചുവരവിനെയാണ് കാവ്യാന്തത്തിൽ കവി സൂചിപ്പിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.